ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരിയെന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച കേരളം കണ്ട സമുന്നതനായ നവോത്ഥാന ബാക്ടീരിയോളജി വിദഗ്ധനും ആധുനിക കേരള ശില്പികളിൽ ഒരാളായിരുന്ന ഡോക്ടർ പൽപ്പു ഈഴവ സമുദായത്തിൽപ്പെട്ട ആളായതിനാൽ തിരുവിതാംകൂറിൽ സർക്കാർ ജോലി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളത്തിലെ സാമുദായിക പരിഷ്കരണത്തിൻ്റെ ആരാധ്യ നേതാവായിത്തീരുന്നത്. ഗാന്ധിജിയും നെഹ്റുവും തുടങ്ങിയ ദേശീയ നേതാക്കൾക്കും മറ്റും കേരളത്തിലെയും ഇന്ത്യയിലെയും വിവിധ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഡോക്ടർ പൽപ്പു കാലാകാലങ്ങളിൽ അയച്ച കത്തുകൾ, നിവേദനങ്ങൾ എന്നിവ ഡൽഹിയിലെ നെഹ്റു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. തിരുവിതാംകൂറിൽ ഈഴവരിൽ ആദ്യമായി ഇംഗ്ലീഷ് പഠിച്ചത് ഡോക്ടർ പൽപ്പുവിൻ്റെ അച്ഛനായിരുന്നു. എന്നിരുന്നാലും അവർണൻ എന്നതിൻ്റെ പേരിൽ ഉന്നത ഉദ്യോഗത്തിൽ നിന്ന് വിലക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു. വൈദ്യശാസ്ത്ര പഠനത്തിനായി തിരുവിതാംകൂർ സർക്കാർ നടത്തിയ പരീക്ഷയിൽ 4ാമനായി എത്തിയെങ്കിലും സംസ്ഥാനത്തെ ജാതി വ്യവസ്ഥയുടെ ഫലമായി അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. മനക്കരുത്ത് കൈവിടാത്ത ഡോക്ടർ പൽപ്പു മദ്രാസ് മെഡിക്കൽ കോളേജിൽ ചേർന്ന് 4 വർഷം കൊണ്ട് LMS ഡിഗ്രി കരസ്ഥമാക്കി. പഠനം പൂർത്തിയാക്കി തിരുവിതാംകൂർ സംസ്ഥാനത്ത് ജോലിക്കപേക്ഷിച്ച അദ്ദേഹത്തിന് ജാതീയ കാരണങ്ങളാൽ ജോലിയും നിഷേധിക്കപ്പെട്ടു. തുടർന്ന് മൈസൂർ സർക്കാരിൻ്റെ കീഴിൽ സേവനം തുടങ്ങി. 1896 ബാംഗ്ലൂർ നഗരത്തെ വിറപ്പിച്ച പ്ലേഗ് വന്നപ്പോൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ അദ്ദേഹം അതിനെതിരെ പോരാടി. ആതുര സേവന രംഗത്തെ സുസ്ഥർഹ്യമായ സേവനങ്ങൾ മാനിച്ച് മൈസൂർ സർക്കാർ അദ്ദേഹത്തെ വിദേശത്ത് ഉപരിപഠനത്തിനായി അയച്ചു. ഇംഗ്ലണ്ടിലെ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം പഠിച്ചു. പാരീസ്, ജർമ്മനി, ജനീവ, റോം തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലും അദ്ദേഹം പഠനം നടത്തി. കേംബ്രിഡ്ജിൽ നിന്ന് ഡിപ്ലോമ ഇൻ പബ്ലിക് ഹെൽത്തിലും ലണ്ടനിൽ നിന്ന് FRPH ബിരുദവും നേടി. അന്ന് വിദേശത്ത് ഉപരിപഠനം കഴിഞ്ഞ തിരുവിതാംകൂറുകാരനായി. മൈസൂർ സിറ്റി ഹെൽത്ത് ഓഫീസറായി ആദ്യ സേവനം. മൈസൂർ ദിവാൻ്റെ വസതിയിൽ വെച്ചാണ് സ്വാമി വിവേകാനന്ദനുമായി ഡോക്ടർ പൽപ്പു അടുക്കുന്നതും കേരളത്തിലെ ജാതീയ വ്യവസ്ഥകളെപ്പറ്റി വിവരിക്കുന്നതും. ഡോക്ടർ പൽപ്പുവിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിലെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കം ബ്രിട്ടീഷ് നിയമസഭയുടെ ശ്രദ്ധ തിരുവിതാംകൂർ സർക്കാരിൻ്റെ അനീതികളുടെ നേരെ കൊണ്ടുവരികയായിരുന്നു. അങ്ങനെയാണ് ബാരിസ്റ്റർ GP പിള്ളയെ വിവേകാനന്ദൻ്റെ കത്തുമായി ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ മൈസൂർ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം സ്വാമിയെ ഒരു റിക്ഷയിലിരുത്തി വലിച്ച് മൈസൂർ നഗരം ചുറ്റിക്കാണിച്ചു. ഈ യാത്രയിൽ വെച്ചാണ് വിവേകാനന്ദൻ അദ്ദേഹത്തോട് ജനലക്ഷങ്ങളെ ആത്മീയവൽക്കരിക്കാനും വ്യവസായവൽക്കരിക്കാനും ആവശ്യപ്പെട്ടത്. ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.